ഹലോ, ഇന്നൊരു യാത്രയായിട്ടാണ് വന്നേക്കണേ. നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും എങ്ങോട്ട് ഇവർ യാത്ര പോകുന്നതെന്ന്. ഫുഡ് കഴിക്കാൻ തോന്നിയാൽ പിന്നെ നമുക്ക് ഇരിക്കത്തില്ലല്ലോ. പോവുക, കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരു മാസത്തിൽ എന്താ പറയുക, പകുതി നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കും. നല്ല നല്ല സ്ഥലങ്ങൾ തേടിപ്പോവും, നല്ല നല്ല ഫുഡുകൾ കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ജീവിതത്തിൽ നമുക്കാകെ ചെയ്യാൻ പറ്റുക. അതൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പോവും. അപ്പോൾ ഇന്നും മോന് ഫുഡ് കഴിക്കാനാണ് പോകണത്. പെരിന്തൽമണ്ണയ്ക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഫുഡ് കഴിക്കാൻ മാത്രമല്ല, അവിടെ വേറൊരു ആവശ്യവും കൂടിയുണ്ട്. പെരിന്തൽമണ്ണയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കുട്ടികളൊന്നുമില്ല, നമ്മൾ വേറൊരു ആവശ്യത്തിന് പോവുകയാണ്. ആ വഴിക്ക് നമുക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സ്ഥലത്ത് കയറിയിട്ട് ഫുഡും കൂടെ കഴിക്കാം. ആ സ്ഥലവും ഫുഡും നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകാമേ. ആ സ്ഥലത്തിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെരിന്തൽമണ്ണക്കാർക്ക് അല്ലെങ്കിൽ അവിടെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഈ ബോർഡും അവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ഈ സാധനങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വേഗം കത്തും. പെരിന്തൽമണ്ണക്കാരുടെയൊക്കെ ഒരുവിധ ആൾക്കാരുടെയൊക്കെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ആവാനാണ് സാധ്യത ഇത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് ആലപ്പുഴ ഭാഗത്തു നിന്നാണ് ഞാനുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ടുള്ള നല്ല മീൻ വിഭവങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല ഫുഡാണ് കേട്ടോ. ഇവിടുത്തെ അഫോർഡബിൾ റേറ്റൊക്കെയാണ്. ഞങ്ങൾ മിക്കവാറും മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്, മാക്സിമം വരാറുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരുടെ മെനു ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലിങ്ങനെ പ്രിപ്പയർ ആവാം, ഇന്ന് ഇതൊക്കെ കഴിക്കാം ഇതൊക്കെ കഴിക്കാം എന്നൊക്കെ. ഞങ്ങളിതായും ബോർഡിനുള്ള സാധനങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിച്ചായിരുന്നു കേട്ടോ. കക്ക കഴിക്കണം, ഞാൻ താറാവ് കഴിക്കണം, പിന്നെ വേറൊന്നും എൻ്റെ ഫേവറേറ്റ് ഉള്ളതിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേഗം കയറിയപ്പോൾ തന്നെ അതൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ സാധനങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ താറാവും കക്കയും പിന്നെ നെയ്ച്ചോറും ബിരിയാണി റൈസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് രണ്ടും വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ അക്കോമ്പനിമെൻറ്റ്സും ഒക്കെ വന്നിട്ടുണ്ട്, സാലഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എങ്ങും പോകാം. നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോയിട്ടാട്ടോ തിരിച്ചു വന്നേ. നമ്മൾ പോയത് നമ്മുടെ ഈ പെരിന്തൽമണ്ണയിലുള്ള ഈ കടയിലാണ്, ഫൈസി. ഒരുവിധ ആൾക്കാരുടെ ഫുഡ് സ്പോട്ടാണ്. ഓക്കെ.